വരുവാനും ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു. परमेश्वर भला है और परमेश्वर की करुणा सदा की है. ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. आमीन. हमारे प्रार्थनाएं कभी भी व्यर्थ नहीं जाएगा. നമ്മുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവായി പോകുന്നില്ല. प्रेज़ द लॉर्ड. परमेश्वर के दास कह रहे थे परमेश्वर ने प्रार्थना के द्वारा दिया हुआ उस सुरक्षा और अच्छा सफर के लिए हम परमेश्वर को धन्यवाद करेंगे. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട യാത്രയ്ക്കായി സംരക്ഷണത്തിനായി ദൈവത്തിന് നന്ദി പറയാം. परमेश्वर उन्हें बड़े अद्भुत तरीके से उस राज्य में भी इस्तेमाल करने पाए. ദൈവം വളരെ അത്ഭുതകരമായി ആമേൻ ആ രാജ്യത്തിലും തന്നെ ഉപയോഗിപ്പാനിടയാകട്ടെ. आमीन. प्रेज़ द लॉर्ड. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे. നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. उल्पत्ति की किताब उसके 28 अध्याय उसके 10वें आयत से कुछ आयत की ओर हमारे ध्यान हम लेकर आएंगे. उल्पत्ति की किताब उसके 28 अध्याय 28वें अध्याय का 10 से लेकर कुछ आयतों की ओर हमारे ध्यान आज हम लेकर आएंगे. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള ചില വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്നരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. बस वहां पर बहुत ही सुपरिचित एक वचन के भाग हमने वहां पर देखा है. നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ് നാം വായിച്ചത്. याकूब के जिंदगी में होने वाला एक बड़ा टर्निंग पॉइंट हम वहां पर देख रहे हैं. യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ വഴിത്തിരിവാണ് നാം അവിടെ വായിച്ചത്. वो अपने घर से भाग रहा है. आमीन. अपने भाई को डरते हुए वे प्रेज़ द लॉर्ड आमीन दूसरे एक देश की ओर वे भाग रहे हैं. തന്റെ സ്വന്തം സഹോദരനെ ഭയപ്പെട്ട് തന്റെ ഭവനം വിട്ട് താൻ മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോവുകയാണ്. आमीन. उन्हें पता चला कि अब मैं मेरे घर में रहूंगा तो मेरा भाई मुझे मार डालेगा. താൻ തിരിച്ചറിഞ്ഞു, ഇനി ഭവനത്തിൽ താമസിച്ചാൽ എന്റെ സഹോദരൻ എന്നെ കൊന്നുകളയും. क्योंकि उसका काफी अवकाश उसने छीन लिया है और अब आमीन अपने भाई के सामने खड़े रहने का कोई योग्यता नहीं है. ചേട്ടന്റെ അവകാശങ്ങളൊക്കെ പിടിച്ചെടുത്തത് കൊണ്ട് ഇനി അവന്റെ മുന്നിൽ നിൽപ്പാൻ കഴിയുകയില്ല. और उसके माँ उसे सलाह दे रहा है कि अब तू यहाँ पर खड़े नहीं रहना, बल्कि मेरे भाई के घर के ओर तो यहाँ से भाग कर चले जा. ഇപ്പോൾ അവന്റെ അമ്മ അവന് ഉപദേശം കൊടുക്കുകയാണ്, ഇനി നീ ഇവിടെ നിൽക്കണ്ട, സഹോദരൻ നിന്നെ കൊന്നുകളയും, അതുകൊണ്ട് ഇന്ന ദേശത്തേക്ക് നീ ഓടിപ്പോക. आमीन. माँ ने ही ये सारे बातों को करने के लिए, सारे कार्यों को करने के लिए षड्यंत्र रचकर तैयार करके दिया था. അമ്മ തന്നെയാണ് ഈ മുഴുവൻ തന്ത്രങ്ങളും അവന് പറഞ്ഞു കൊടുത്ത് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. आमीन. लेकिन अब माँ कहता है कि तुझे जिंदा बचना है तो अब इस घर में नहीं रहना, बल्कि तू अपने प्रेज़ द लॉर्ड भाई मेरे भाई के घर की ओर तू भाग कर चले जा. എന്നാൽ അതേ അമ്മ ഇപ്പോൾ പ്രശ്നമായപ്പോൾ പറയുകയാണ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നിന്നെ കൊന്നുകളയും, അതുകൊണ്ട് എന്റെ സഹോദരന്റെ വീട്ടിലേക്ക് ദേശത്തേക്ക് നീ ഓടിപ്പോക. सच में मैं उस अध्याय उस भाग में ध्यान से पढ़ रहा था. आमीन. प्रेज़ द लॉर्ड. सच में वो माँ का शब्द उसके जिंदगी में, याकूब के जिंदगी में सबसे आखिरी बार वो सुन रहा है. ആ ഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു,
ആമേൻ. ഈ ഒരു ശബ്ദം, അമ്മയുടെ ശബ്ദം, അത് യാക്കോബിന്റെ ജീവിതത്തിൽ അവസാനമായി കേട്ട നിമിഷങ്ങളാണ്. I mean, अब वापस कभी भी उसके माँ से वो मिल नहीं पाएगा. ഇനി ഒരിക്കലും തിരിച്ചു വന്ന് അമ്മയെ കാണുന്ന ഒരു നിമിഷമില്ല. मैं जब घर छोड़कर भाग रहा हूं वापस इस माँ को मिलने के लिए, पिता से मिलने के लिए, अब मुझे कब अवसर नहीं मिलेगा वो इस याकूब को पता भी नहीं था. ഇനി ഈ ഭവനം വിട്ട് ഓടിപ്പോകുന്ന യാക്കോബിന് ഇനി മേലാൽ തന്റെ പിതാവിനെയോ മാതാവിനെയോ കാണാൻ എപ്പോൾ കഴിയുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. और बाइबल बड़े ध्यान से पढ़ना, वहां पर हमें माँ को सबसे आखिरी बार याकूब इसी जगह पर मिल रहा है. നമ്മൾ ശ്രദ്ധയോടെ വചനം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഇത് യാക്കോബ് അമ്മയുമായി അവസാനത്തെ കാമൻ കാഴ്ചയായിരുന്നു. ईमेल नहीं है, फोन कॉल का कोई कम्युनिकेशन नहीं है, वीडियो कॉल नहीं है. हालेलुया, लास्ट टाइम अपने माँ से मुलाकात हो रहा है. ആ കാലത്ത് ഇമെയിൽ അയക്കാറില്ല, മെസ്സേജുകൾ അയക്കാറില്ല, ഫോൺ വിളിക്കാറില്ല, കത്തുകൾ അയക്കാറില്ല, യാതൊരു തരത്തിലുമുള്ള യാതൊരു സന്ദേശവും അയക്കാറില്ല. അവസാനമായി അമ്മയുമായി പിരിഞ്ഞു. लेकिन उस रात जब वहां से अपने घर छोड़कर जब भाग रहा है, भागते भागते प्रेस लॉर्ड एक स्पेसिफिक जगह में आता है जब अंधेरा हो रहा है. താൻ അവിടെ ഭവനം വിട്ട് ഓടിപ്പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അവൻ നേരം അസ്തമിച്ചു. वहां पर 11वें आयत में लिखा है कि रात होने के कारण याकूब अब यहाँ पर स्टे करने के लिए वो तैयार हो रहा है. അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, സൂര്യൻ അസ്തമിക്കൊണ്ട് അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ രാപ്പാർത്തു. ट्रैवलिंग विदाउट लाइट इज डिफिकल्ट. रोशनी के बगैर यात्रा करना बहुत ही मुश्किल है. വെളിച്ചമില്ലാതെ യാത്ര ചെയ്യുന്നത് വളരെ പ്രയാസകരമാണ്. आमीन, प्रेज द लॉर्ड. यदि रोशनी नहीं है यात्रा करना मुश्किल हो जाएगा. വെളിച്ചമില്ലെങ്കിൽ യാത്ര ബുദ്ധിമുട്ടാണ്. हमारे यात्रा में रोशनी होना बहुत जरूरी है. നമ്മുടെ യാത്രയിൽ വെളിച്ചം ഉണ്ടായിരിക്കണം. हालेलुया, प्रेज द लॉर्ड. परमेश्वर का वचन हमारे लिए ज्योति के समान है, वो हमें प्रकाश देने वाला है. യഹോവയുടെ വചനം അത് വെളിച്ചമാണ്. ആമേൻ. അത് നമ്മുടെ യാത്രയിൽ നമ്മുടെ വഴിക്ക് വെളിച്ചമാണ്. हालेलुया. और हमारे दिन प्रतिदिन की यात्राओं में भी हालेलुया रोशनी यदि है तो हमें यात्रा करने के लिए कन्वीनियंट हो जाता है. നമ്മുടെ ദൈനംദിന യാത്രയിൽ തന്നെ നമ്മൾക്ക് വെളിച്ചമുണ്ടെങ്കിൽ നമ്മുടെ യാത്ര വളരെ സുഖകരമായിരിക്കും. मुंबई में अंधकार उतना ज्यादा शायद आपने देखा नहीं होगा क्योंकि 24 आवर्स वहां पर लाइट का सुविधा रहता है. മുംബൈയിൽ താമസിക്കുന്നവർക്ക് ഇരുട്ടെന്നത് അവൻ അത്ര സുപരിചിതമല്ല. കാരണം അവിടെ ഇരുട്ടുണ്ടാകാറില്ല, എപ്പോഴും വെളിച്ചമാണ്. हालेलुया. ना सोने वाला शहर करके मुंबई को कहलाया जाता है. ഉറക്കമില്ലാത്ത പട്ടണം എന്നാണ് മുംബൈയെ കുറിച്ച് പറയുന്നത്. क्योंकि वहां पर रात को भी दिन में भी हर एक समय अच्छा ज्योति प्रकाश वहां पर जरूर होता है. അവിടെ രാത്രിയും പകലും എല്ലാം ഒരുപോലെ നല്ല വെളിച്ചം കാണാറുണ്ട്. लेकिन हमें थोड़ा सा अंधियारा देखना है तो आप भोपाल आ सकते हैं, नहीं तो आप केरला जा सकते हैं. ഇരുട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഭോപ്പാലിൽ കടന്നു വരാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേരളത്തിൽ പോയാൽ മതി. हालेलुया, प्रेज द लॉर्ड. रात को केरला जाएगा तो बाहर निकलने के लिए थोड़ा सा डर लगता है क्योंकि ज्यादा अंधियारा उधर हमें पता चलता है. കേരളത്തിൽ പോയി കഴിഞ്ഞാൽ രാത്രിയിൽ വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾക്ക് ഭയം തോന്നും. അവിടെ എങ്ങും വെളിച്ചം കാണത്തില്ല, മുഴുവൻ ഇരുട്ടായിരിക്കും. ना तो स्ट्रीट लाइट होता है ना कुछ होता है. रोड बहुत मुश्किल है वहां पर रात को यात्रा करना. അവിടെ തെരുവു വിളക്കുകളോ മറ്റു പ്രകാശങ്ങളോ എല്ലാം കുറവാണ്. അവിടെ ഭയങ്കര അന്ധകാരമാണ്. अंधियारा होने के कारण वो अब यात्रा नहीं कर रहा है, बल्कि उस जगह पर वो उस रात को लेटने के लिए वो तैयार हो रहा है. രാത്രി ആയത് നിമിത്തം താൻ യാത്ര നിർത്തിവെച്ച് താൻ എത്തിയ ഇടത്ത് അവിടെ പാർക്കുവാൻ തീരുമാനിച്ചു. हालेलुया. उसके जिंदगी में एक पराजय के अनुभव हुआ और वहां पर वो डर कर वो अपने घर से भाग कर निकल रहा था. തന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച ഒരു പരാജയ നിമിത്തം അവിടെ നിന്ന് ഭവനം വിട്ട് താൻ ഓടുകയാണ്. हालेलुया. हम काफी बार जब पराजित हो जाते हैं उस घटना से हम भाग निकलने के लिए हम कोशिश करते हैं. ഏതെങ്കിലും വിഷയത്തിൽ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ നമ്മൾ ഓടാറുണ്ട്. लेकिन एक बात मैं कहना चाहूंगा, आप उस पराजय के अनुभव से तो भाग निकल जाओ, लेकिन परमेश्वर से आप कभी भी भाग कर बचकर निकलने का कोशिश ना करिएगा. എന്നാൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. ഒരു പക്ഷേ നാം പരാജയപ്പെട്ട ആ വിഷയത്തിൽ നിന്ന് നമ്മൾക്ക് ഓടുവാൻ കഴിയുമായിരിക്കാം. ആ വിഷയത്തിൽ നിന്ന് മാത്രമേ ഓടുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ വിട്ട് നമ്മൾക്ക് ഓടിപ്പോകുവാൻ, അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിന്ന്
അകന്നു പോകുവാനിടയാകത്തില്ല. हालेलुया। पर प्रेज़ लॉर्ड, हम कभी भी परमेश्वर से दूर भागने का कोशिश ना करिएगा। ദൈവത്തിൽ നിന്ന് അകന്നോടി പോകാൻ നാം ശ്രമിക്കരുത്. जिन्होंने भी परमेश्वर से दूर भागने का कोशिश किया है, उनकी जिंदगी में पराजय के अनुभव उन्होंने सामना किया है। ദൈവത്തിങ്കൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചവരാരും ജയിച്ചിട്ടില്ല, അവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. उड़ाऊ पुत्र जब अपने पिता के घर से दूर हो गया, तब हालेलुया उसके जिंदगी का एक एक अनुग्रह खत्म होते जा रहा है। മുടിയൻ പുത്രൻ തന്റെ പിതാവിന്റെ ഭവനം വിട്ട് എന്നിറങ്ങി പോയോ, അവൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും അവന്റെ ജീവിതം വഷളായി മാറി. हालेलुया। पिता के घर में यदि है तो आप सुरक्षित है, लेकिन पिता के घर से जितना दूर आप जाएंगे उतना आप असुरक्षित होते रहेंगे। പിതാവിന്റെ ഭവനത്തിൽ വളരെ സംരക്ഷണവും സന്തോഷവും ഉണ്ട്. എത്രമാത്രം നിങ്ങൾ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ദൂരേക്ക് പോകുന്നോ അത്രമാത്രം ജീവിതത്തിൽ കഷ്ടമുണ്ടാകും. शायद आपकी जिंदगी में आने वाले पराजय के अनुभव शैतान या शत्रु आपके मन के अंदर खेलने का कोशिश करेगा और कहेगा कि अब तुझे एक विजय नहीं है, आप पराजय के ऊपर पराजय होने वाले हैं। ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളെ നോക്കി പിശാച് നമ്മളോട് പറയും, നീ പരാജയപ്പെട്ടവനാണ്, നിനക്ക് ഇനി ഒരു ജയം ഉണ്ടാകില്ല. लेकिन परमेश्वर के सम्मुख यदि हम समर्पण करने के लिए तैयार है तो परमेश्वर काफी बार उस मरुभूमि के अनुभव में परमेश्वर का एनकाउंटर अपने लोगों के साथ होता है। എന്നാൽ ദൈവസന്നിധി സമർപ്പിക്കാൻ ഒരുങ്ങുന്നവരുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവത്തിൽ പോലും ദൈവവുമായൊരു ബന്ധം, ദൈവം നമ്മളുമായി ഇടപെടുന്ന ഒരു നിമിഷം ഉണ്ടാകും. यहाँ पर 12वीं आयत में हम देखते हैं वो एक स्वप्न को वो देख रहा है 12ാം വാക്യം വരുമ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. और वहां पर उसे पता चल रहा है कि हालेलुया एक स्वर्ग उसके सामने खुला हुआ है। താൻ നോക്കിയപ്പോൾ സ്വർഗം തന്റെ മുന്നിൽ തുറന്നിരിക്കുകയാണ്. Hallelujah. वहां पर he had a dream in which he saw a stairway resting on the earth with its top reaching to heaven, and the angel of God were ascending and descending on it करके वहां पर बताया गया है. അവൻ ഒരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. हालेलुया। स्वर्ग खुला हुआ एक अनुभव वो देख रहा है, സ്വർഗം തുറന്ന ഒരു അനുഭവം യാക്കോബ് കണ്ടു. जिसके लिए पूरा संसार बंद हो गया, वहां पर उस व्यक्ति के लिए परमेश्वर स्वर्ग खोल कर दे रहा है। ലോകം മുഴുവനും തന്റെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവിടെ സ്വർഗം തുറക്കുക. हालेलुया। अपने माता पिता का कोई उम्मीद अब इसके जिंदगी में नहीं है, തന്റെ മാതാപിതാക്കളിൽ നിന്നുള്ള യാതൊരു പ്രതീക്ഷയും യാക്കോബിന്റെ ജീവിതത്തിൽ അവശേഷിച്ചിട്ടില്ല. अपने भाई के तरफ से कोई भी अब मदद उसे नहीं मिलने वाला है। തന്റെ സഹോദരന്റെ യാതൊരു സഹായവും ഇനി മേലാൽ ലഭിക്കില്ല. संसार के सारे रास्ता अब बंद हो गया है, तब ऐसे व्यक्ति के लिए स्वर्ग परमेश्वर खोल कर दे रहा है। ലോകത്തിന്റെ സകല വഴികളും മുന്നിൽ അടയപ്പെട്ട ഒരുവിനു വേണ്ടി ആമേൻ തന്റെ മുന്നിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയാണ്. हालेलुया। वहां पर लिखा है heavens open when the earth closes. हालेलुया। जब सारे बातें संसार का बंद होता है, तब आपके लिए परमेश्वर स्वर्ग का द्वार खोल कर देता है। ഭൂമിയിലെ സകല വാതിലുകളും അടയപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കും. हमें प्रेज़ लॉर्ड, हमारे सीजन सब कुछ हमारे लिए शायद अनुकूल नहीं होगा, लेकिन परमेश्वर पर भरोसा करने वाले व्यक्ति के लिए मेरा परमेश्वर सीजन को भी बदलने वाला परमेश्वर है। നമ്മുടെ മുന്നിൽ ആമേൻ യാതൊരു കാലാവസ്ഥകളും യാതൊരു സാഹചര്യങ്ങളും ഒരുപക്ഷേ ആമേൻ അനുകൂലമായില്ലെന്ന് വരാം, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വേണ്ടി അതുപോലും അനുകൂലമായി മാറും. अब इस याकूब के लिए परमेश्वर कुछ बातों को समझाने का कोशिश कर रहा है। ഇപ്പോൾ ഈ യാക്കോബിനെ ദൈവം ചിലത് പഠിപ്പിക്കുകയാണ്. परमेश्वर उस 13 से लेकर 15 तक की आयतों में परमेश्वर इस याकूब को एक नया वायदा दे रहा है। ഈ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം യാക്കോബിന് ഒരു പുതിയ വാഗ്ദത്തം കൊടുക്കുകയാണ്. हालेलुया। सब कुछ पराजय होकर भागकर निकल कर आया हुआ ये व्यक्ति के लिए परमेश्वर एक नया वायदा दे रहा है। സകലതും വിട്ട് ഇറങ്ങി തിരിച്ച് ഓടിപ്പോകുന്നവന് വേണ്ടി ഒരു പുതിയ വാഗ്ദത്തം. हालेलुया। और परमेश्वर कहता है मैं अब्राहम का परमेश्वर हूँ और मैं इसहाक का परमेश्वर हूँ। ദൈവം പറയുക, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ യഹോവയാകുന്നു. एक नया जगह पर आकर एक नया देवी देवता
देवताओं का परिचय नहीं करवा रहा है, बल्कि जो परमेश्वर उसका पिता का परमेश्वर है, वही परमेश्वर अब यहाँ पर याकूब के साथ एक एनकाउंटर हो रहा है। താൻ കടന്നു വന്ന ഈ ദേശത്ത് ഒരു പുതിയ ദേവനെയോ ദേവിയെയോ പരിചയപ്പെടുത്തി കൊടുക്കുകയല്ല, തന്റെ പിതാക്കന്മാർ സേവിച്ച അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവം എന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ്. हालेलुया। परमेश्वर कहता है कि तेरा हर एक अवस्थाओं को मैं जरूर रेस्टोर करने वाला हूं। ദൈവം ഉറപ്പ് കൊടുക്കുകയാ, നീ ആയിരിക്കുന്ന സകല അവസ്ഥകളിൽ നിന്ന് ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും. हालेलुया। याकूब को कोई बातों का गारंटी पता नहीं कि मैं जिस जगह की ओर भाग रहा हूं वहां से मैं जिंदा लौट कर आऊंगा करके। യാക്കോബിന് താൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എങ്ങും ഒരു ഉറപ്പും പറയാനില്ല താൻ എന്തെങ്കിലും വിധത്തിൽ മടങ്ങി വരുമെന്ന്. हालेलुया। कोई गारंटी नहीं है, लेकिन ऐसा एक व्यक्ति के लिए परमेश्वर उसे वो गारंटी देने के लिए तैयार हो रहा है। യാതൊരു ഉറപ്പുമില്ലാത്തവന് വേണ്ടി ദൈവം ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. हालेलुया। जब हमारा उम्मीदें टूट जाता है, परमेश्वर हमारे साथ खड़े रहते हुए हमें एक नया उम्मीद देने वाला परमेश्वर है। സകല പ്രതീക്ഷകളും അസ്തമിച്ചവനു വേണ്ടി ദൈവം ഇറങ്ങി വന്ന ഒരു പുതിയ പ്രതീക്ഷ കൊടുക്കുന്ന ദൈവമാണ്. जिसके पास कोई जमीन तक नहीं है, परमेश्वर कहता है मैं तुझे इस जमीन देने वाला हूं। സ്വന്തമായി ഒരു ഭൂമി പോലും ഇല്ലാത്തവനോട് ദൈവം പറയുക, ഈ ഭൂമി ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. और केवल वही नहीं, उससे कहता है कि अभी तो तू अकेला दौड़ रहा है, लेकिन तू और तेरा पीढ़ी मेरे द्वारा अनुग्रह पाने वाला है। ദൈവം പറയുക, ഇപ്പോൾ നീ ഓടിപ്പോകുന്നവന്റെ പോലെയാ, പക്ഷെ നീയും നിന്റെ സന്തതിയും ഈ ദേശത്ത് വന്ന് പാർക്കും. केवल वही नहीं, 4 दिशा के बारे में परमेश्वर कहता है, टुवर्ड्स द नॉर्थ एंड साउथ, ईस्ट एंड वेस्ट। तेरा पीढ़ी हर एक देश की ओर अब फैलने वाला है। ദൈവം 4 ദിശകളെ കുറിച്ചും പറഞ്ഞിട്ട് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും നിന്റെ തലമുറ പരക്കും, आमेन, वंशम वलदाई तीरुमन परेगा। हालेलुया। जहां पर एक व्यक्ति के अंदर डर से वो भाग रहा है, उसी व्यक्ति के लिए परमेश्वर देने वाला वो श्रेष्ठ अनुभव, हालेलुया, यहाँ पर ध्यान देना बहुत जरूरी है। വളരെ ഭയന്ന ഹൃദയത്തിൽ ഭയമുള്ളവനായി ഓടിപ്പോകുന്ന ഒരുവനു വേണ്ടി ദൈവം പറയുന്ന അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുമാണ് നാം കാണുന്നത്. केवल वही नहीं, परमेश्वर कहता है I am with you and will watch over you। मैं तेरे साथ रहूंगा और तेरे ऊपर मेरा दृष्टि रहेगा। ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ കാക്കും। हालेलुया। मैं तेरे अनुभवों को रेस्टोर करूंगा। जो भी तुझे नष्ट हो गया है, उस सारे बातों को मैं तुझे रेस्टोर करके देने वाला हूं। ഈ രാജ്യത്തേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്തും। योएल के उस भविष्यवक्ता उस दूसरे अध्याय के 25वें आयत में हम देखते हैं, आई विल रेस्टोर टू यू द इयर्स द लोकस्ट हैव ईटन करके वहां पर बताया गया है। യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തുള്ളനും വെട്ടുക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ നിനക്ക് പകരം നൽകും। हालेलुया। योवेल उसके दूसरे अध्याय उसके 25वें आयत में वो पूरा घटना वहां पर बताया गया है। യോവേൽ 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം മുതൽ നമ്മൾ അത് കാണുന്നുണ്ട്। शत्रु खत्म करने के लिए आपके पीछे आ रहा होगा, लेकिन परमेश्वर आपको सुरक्षा भी देने वाला है और आपकी अवस्थाओं को रेस्टोर करने वाला परमेश्वर है। ശത്രു നമ്മെ പിൻഗമിക്കുന്നത് നമ്മെ ഇല്ലായ്മ വരുത്തുവാൻ, നശിപ്പിച്ചു കളയുവാനാ, പക്ഷേ ദൈവം നമ്മളെ ആമേൻ മടക്കി വരുത്തുന്ന ദൈവമാണ്। आपकी अभी का परिस्थितियों को देखकर आपके उम्मीदें टूट ना जाए, लेकिन आने वाला कल परमेश्वर आपको श्रेष्ठ तौर से चलाने वाला परमेश्वर है। ഇന്നത്തെ അവസ്ഥ കണ്ട് നമ്മൾ ഹൃദയം തകർന്നു പോകരുത്। നമ്മളെ ആമേൻ മറ്റൊരു അനുഭവത്തിലേക്ക്, നല്ല അനുഭവത്തിലേക്ക് ദൈവം പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്। आमीन। उसके 16वें आयत को हम देखेंगे। 16-ാം വാക്യം, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു। हालेलुया। वो अपने नींद से उठता है और फिर वो कहता है कि यहोवा परमेश्वर यहां पर जगह पर है, मैंने जाना तक नहीं, लेकिन सच में यहोवा यहां पर है। അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു। हालेलुया। प्रेज़ द लॉर्ड। उसे नहीं पता था कि परमेश्वर की उपस्थिति, वो जहां पर खड़ा है वहीं पर परमेश्वर की उपस्थिति है। ആ യാക്കോബിന് ആമേൻ ദൈവ സാന്നിധ്യം താൻ ഉള്ള ഇടത്തുണ്ടെന്നുള്ളത് അറിയുവാൻ കഴിഞ്ഞില്ല। हालेलुया। हमें पता नहीं कि हम जहां पर खड़े हैं वहां पर परमेश्वर की उपस्थिति है। हमारा जानकारी नहीं है बोलकर परमेश्वर की उपस्थिति
उपस्थिति नहीं है करके हम कभी भी जज नहीं कर सकते हैं। നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടം നമ്മൾ അറിഞ്ഞില്ല എന്നതിന്റെ അർത്ഥം ദൈവ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ളതല്ല. हालेलुया, परमेश्वर हालेलुया हमें फलवंत करता है, हमें अनुग्रह करता है, तभी परमेश्वर को उपस्थिति है करके हम कभी भी गलत फहमी में ना रहे। ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് നന്മകളും പ്രാപിക്കുമ്പോൾ മാത്രമേ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. हालेलुया, बल्कि जब माता पिता को छोड़कर वो भाग कर आ रहा है, अपने भाई उसके साथ नहीं है, जब सब कुछ उसके विरोध में है, तभी भी उसे सुरक्षा देने वाला परमेश्वर की उपस्थिति उसके साथ है। മാതാപിതാക്കൾ താമൻ വിട്ടുപിരിഞ്ഞു, സ്വന്തം സഹോദരൻ തനിക്കെതിരായി ആരുമില്ലാത്ത ഒരിടത്ത് ഓടി വന്നിരിക്കുന്നവന് ആമേൻ അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. हालेलुया, मेरा कोई बल या मेरा सामर्थ के द्वारा मैं यहां तक नहीं आया है, बल्कि परमेश्वर का उपस्थिति मुझे अब तक सुरक्षित रखा है। എന്റെ കഴിവോ മിടുക്കോ ബലമോ ശക്തിയോ കൊണ്ട് ഞാൻ ഓടി വന്നതല്ല, ദൈവമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്നെ സൂക്ഷിച്ചത്. मेरे बैंक बैलेंस के कारण मैं यहां तक नहीं आया है, बल्कि परमेश्वर ने मेरे लिए इंतजाम करते हुए मुझे यहां तक लेकर आया है। എന്റെ ബാങ്കിലുള്ള പണം കൊണ്ടല്ല ഞാൻ ഇവിടെ വരെ വന്നത്, ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്. हालेलुया, याकूब को तब पता चल रहा है जब उसने एक स्वप्न देखा था। താൻ ഒരു സ്വപ്നം കണ്ടപ്പോഴാണ് ഈ തിരിച്ചറിവ് യാക്കോബിന് വന്നത്. हालेलुया, यदि हमारे अंदर क्लैरिटी नहीं है तो हम प्रार्थना करें कि परमेश्वर में अच्छा दर्शन दे, अच्छा स्वप्न परमेश्वर में देने पाए। നമ്മൾക്ക് ഇങ്ങനെ ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള വ്യക്തത ഇല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ചില സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവം തരും. हालेलुया, प्रेज द लॉर्ड, आमीन। परमेश्वर में उम्मीद रखने वालों के लिए परमेश्वर उस भरोसा को बढ़ाने वाला परमेश्वर है। ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരുടെ പ്രത്യാശയെ, വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കും. आमीन। उसके अगले आयत 17th आयत को हम देखेंगे। അതിന്റെ 17ാമത്തെ വാക്യം, അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ये स्वर्ग का द्वार है करके याकूब खुद कह रहा है। ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് ആമേൻ യാക്കോബ് പറയുക. बेथेल आमीन स्वर्ग का द्वार है, गेट टुवर्ड्स हेवन है करके याकूब वहां पर कह रहा है। ബഥേൽ ആമേൻ ദൈവത്തിന്റെ ആലയമല്ലാതെ ഒന്നുമല്ല, സ്വർഗത്തിന്റെ വാതിൽ എന്ന് പറയുക. हालेलुया, सच में परमेश्वर उस जंगल में, उस मरुभूमि के अनुभव में जहां पर वो अकेला है, वहां पर उसके लिए स्वर्ग का द्वार खोल कर दे रहा है। ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരിക്കുന്നവന് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. हालेलुया, प्रेज द लॉर्ड, आमीन। आगे जब हम पढ़ते हैं हमें पता चलता है कि परमेश्वर ने अपने भक्तों के द्वारा उस आलय भी इसी जगह पर निर्माण करने के लिए परमेश्वर तैयार हुआ था। വചനം മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, ആമേൻ ആലയത്തിന്റെ പണി ഇതേ സ്ഥലത്താണ് ഭക്തന്മാർ മുഖാന്തരം ഉണ്ടായത്. हालेलुया, और अब्राहम परमेश्वर के लिए वेदी का तैयारी भी इसी जगह पर किया था। അബ്രഹാം ആമേൻ ദൈവത്തിനു വേണ്ടി യാഗപീഠം ഒരുക്കിയത് ഇതേ സ്ഥലമായിരുന്നു. हालेलुया, ये अगला पीढ़ी याकूब को इसके बारे में कोई जानकारी तक नहीं था, लेकिन परमेश्वर ने उसे उसके जानकारी के बगैर इसी देश में उसी जगह पर परमेश्वर से लेकर आ रहा है। അതിനെക്കുറിച്ച് പിന്തലമുറയായ യാക്കോബിന് യാതൊരു അറിവുമില്ലാതിരിക്കുമ്പോൾ തന്നെ അവനെ അതേ ഇടത്തേക്ക് പിതാവ് ആരാധിച്ച് അതേ സ്ഥലത്തേക്ക് അവനെ और കൊണ്ടുവന്നിരിക്കുന്നു. परमेश्वर कहता है कि मैं रस्टोर करके दूंगा, मैं तूने जो भी खोया है उस सारे बातों को मैं रस्टोर करके दूंगा। ദൈവം പറയുക, നീ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും. हालेलुया, जहां पर परमेश्वर को उपस्थिति है वहां पर हमने खोए हुए अनुभवों को परमेश्वर रस्टोर करने वाला परमेश्वर है। ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് നാം നഷ്ടപ്പെടുത്തിയതെല്ലാം നമ്മൾക്ക് മടക്കി ലഭിക്കുന്ന സമയമാണ്. लेकिन परमेश्वर के संग चलना बहुत जरूरी है, ദൈവത്തോട് ചേർന്ന് നടക്കണം, परमेश्वर के करीब रहना बहुत जरूरी है। ദൈവത്തോട് ചേർന്ന് വസിക്കണം. उस उड़ाव पुत्र जब अपने पिता के घर से दूर हो गया तब लॉर्ड हमें सारे विनाश की अनुभव उसके जिंदगी में आ रहा है। പിതാവിന്റെ ഭവനം വിട്ട് ദൂരെ പോയ മുടിയൻ പുത്രന്റെ ജീവിതത്തിലെല്ലാം അവൻ ശോചനീയമായ അവസ്ഥ. जब तक वो पिता के घर में था तब तक सब कुछ हमें समय समय पर पिता इंतजाम करके देता था। താൻ അപ്പന്റെ ഭവനത്തിലായിരിക്കും
ആയിരിക്കുന്നിടത്തോളം അപ്പൻ തനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി जब കൊടുക്കുമായിരുന്നു. पिता की उपस्थिति से दूर हट गया, हालेलुया, उसका सारा बेनिफिट्स और प्रिविलेजेस खत्म हो रहा है. അപ്പന്റെ ഭവനം വിട്ട് അന്നു മുതൽ അപ്പന്റെ ഭവനത്തിലെ സകല നന്മകളും അവകാശങ്ങളും അവന് നഷ്ടപ്പെട്ടു. हालेलुया. और फिर जब सुअरों को, हालेलुया, वो चला रहा है, तब उसे ध्यान आया कि मैं मेरे पिता के घर से दूर हूं, इसके लिए ऐसे अनुभव से मुझे होकर जाना पड़ रहा है. പന്നിയുടെ ഇടയിൽ പോയി കിടക്കുമ്പോഴാണ് തനിക്ക് ആമേൻ ഒരു ശ്രദ്ധയുണ്ടാകുന്നത്, ഓർമ്മ വരുന്നത്, എന്റെ അപ്പന്റെ ഭവനത്തിൽ നന്മകളെല്ലാം ഉണ്ടായിരുന്നു. हालेलुया. दोबारा उस पिता के पास आने के लिए वो उड़ाव पुत्र तैयार हो रहा है. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ അവൻ തയ്യാറാകും. हालेलुया. उसका वो निर्णय उसका जिंदगी को बदल रहा है. ആ തീരുമാനം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ If you are away from God, परमेश्वर से यदि आप दूर है, तो परमेश्वर का उपस्थिति को कभी अनुभव कर नहीं पाएंगे. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ദൂരെയാണെങ്കിൽ, അപ്പന്റെ ഭവനം വിട്ട് ദൂരെയാണെങ്കിൽ അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുകയില്ല. हालेलुया. यदि आप पिता के घर में हैं, पिता के करीब हैं, परमेश्वर की प्रिविलेजेस को हम जरूर अनुभव कर पाएंगे. നാം അപ്പന്റെ ഭവനത്തിലാണെങ്കിൽ അപ്പനോട് അടുത്താണ്, അവൻ തരുന്ന എല്ലാ നന്മകളും അനുഭവിപ്പാൻ നമ്മൾക്ക് उस ഭാഗ്യമുണ്ടാകും. क्षण में वो निर्णय ले रहा है, अब मैं यहाँ पर रहने वाला व्यक्ति नहीं हूँ, बल्कि मुझे मेरे पिता के भवन की ओर वापस लौट कर जाना है. അത് തിരിച്ചറിഞ്ഞ നിമിഷം അവൻ തീരുമാനിക്കുകയാണ്, എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. हालेलुया. जैसे ही अपने पिता के घर की ओर वो करीब आ रहा है, दूर से अपने पिता उसके इंतजार कर रहा है. താൻ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ തന്റെ പിതാവ് ദൂരെ നിന്ന് തന്നെ കാത്തിരിക്കുകയാണ്. मेरा बेटा शायद आज आएगा, मेरा बेटा शायद कल आएगा. उस उम्मीद के साथ जिस दिन ये बेटा अपने घर से निकल गया था, उस दिन से अपने बेटे का इंतजार में वो पिता खड़ा हुआ है. എന്ന് മകൻ ഭവനം വിട്ടുപോയോ അന്നു മുതൽ എന്നും അവൻ എന്റെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരുമെന്നും പറഞ്ഞ് പിതാവ് നോക്കിയിരിക്കുകയാണ്. हालेलुया. प्रेज़ द लॉर्ड. मेरा पिता का खासियत यह है, यदि हम परमेश्वर से दूर हट रहा है तो हमारे लिए वो इंतजार करता है ताकि हम लौट कर आए, पिता का हर एक प्रिविलेजेस को हम दे पाए. നാം അപ്പന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നാം അപ്പനിൽ നിന്ന് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ദിനം പ്രതി മടങ്ങി വരുമെന്ന് ഓർത്ത് കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. शाऊल नाम का राजा के बारे में हम जानते हैं. ശൗൽ എന്ന രാജാവിനെ നമുക്കറിയാം. हमें जिस दिन परमेश्वर के साथ वो चलने के लिए तैयार हुआ, परमेश्वर शाऊल को अनुग्रह कर रहा है. ദൈവത്തോട് കൂടെ നടന്ന കാലമെല്ലാം ശൗലിനെ ദൈവം അനുഗ്രഹിച്ചു. हालेलुया. प्रेज़ लॉर्ड. परमेश्वर ने विजय दे रहा है, परमेश्वर ने अनुग्रह कर रहा है. सारे बातों में शाऊल अपने जिंदगी में परमेश्वर की उपस्थिति को अनुभव कर रहा है. ദൈവം തന്റെ ജീവിതത്തിൽ ജയവും താൻ ഇടപെട്ട വിഷയങ്ങളിലെല്ലാം അനുഗ്രഹവും കൊടുപ്പാനിടയായി. लेकिन जिस दिन उसके अंदर एक घमंड हुआ कि मैं कर सकता हूं, मेरे काबिलियत के कारण मैं यहां तक आया हूं, मैं मेरे बुद्धि से सब कुछ कर पाऊंगा, अपने सेल्फ पर जैसे ही उसका ध्यान हुआ, तब से परमेश्वर का उपस्थिति उससे दूर हट गया. എന്ന് താൻ തന്നിൽ തന്നെ ആശ്രയിച്ചോ, തന്റെ കഴിവിലും പ്രാപ്തിയിലും ഞാൻ മുഖാന്തരമായി എന്നെ കൊണ്ട് കഴിയുമെന്ന് ചിന്തിച്ചോ, അന്നു മുതൽ ദൈവ സാന്നിധ്യം തന്നെ വിട്ടകന്നു. हालेलुया. प्रेज़ द लॉर्ड. जिस दिन उसके अंदर वो सेल्फ आया, उस दिन से परमेश्वर की उपस्थिति शाऊल से दूर हट रहा है. എന്ന് തന്റെ ഉള്ളിൽ സ്വയം എന്ന ഭാവം വന്നു, അന്നു മുതൽ ദൈവ സാന്നിധ്യം തന്നെ വിട്ടകന്നു. अरे भविष्यवक्ता नहीं आया तो भी प्रॉब्लम नहीं, शमूएल नहीं आया तो भी प्रॉब्लम नहीं, मैं खुद बलि चढ़ा सकता हूं. പ്രവാചകൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ശമൂവേൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തന്നെ അങ്ങ് ബലിയർപ്പിക്കും. अरे थोड़ा सा इंतजार करने में क्या जाता है, इंतजार करने का मन नहीं है. हालेलुया. वो अपने आप में घमंड कर रहा है, मैं राजा तक हो गया है तो बाकी का भी मैं अपने आप से कर सकता हूं. അല്പനേരം കൂടെ അവൻ കാത്തിരിപ്പാൻ അവൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആമേൻ രാജാവായെങ്കിൽ എല്ലാമായി ആമേൻ എന്ന ഒരു ഭാവം തന്നിൽ വരുവാനിടയാണ്. हालेलुया. राजा हो गया उसका मतलब ये नहीं कि आप सब कुछ कर सकते हैं. രാജാവാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്ന് ഇല്ല. आपके हाथों में अधिकार है, उसका गारंटी नहीं देता कि आप सब कुछ कर सकते हैं.
നമ്മുടെ കയ്യിലുള്ള അധികാരവും പദവിയും വെച്ച് എല്ലാം ചെയ്യാമെന്ന് ചിന്തിക്കരുത്. यदि परमेश्वर ने आपको उसके लिए नियुक्त किया है तो ही उस बातों के लिए आप कदमों को लेकर रखना. ദൈവം നമ്മെ നിയോഗിച്ച ഏതെങ്കിലും വിഷയമാണെങ്കിൽ മാത്രമേ അതിൽ കൈയിടാവൂ. हालेलुया. शाऊल जब लॉर्ड अपने पदवी को भूलकर हालेलुया शमूएल के कार्यों को करने के लिए तैयार होता है, परमेश्वर को उपस्थिति शाऊल से दूर हट रहा है. തന്റെ പദവി ആമേൻ മനസ്സിലാക്കാതെ അത് മറന്ന് ആമേൻ ശമൂവേലിന്റെ കാര്യങ്ങൾ ചെയ്യുവാനായി ശൗൽ തുടങ്ങിയപ്പോൾ ദൈവസാന്നിധ്യം തന്നെ വിട്ടകന്നു. हालेलुया. अपने आप पर जो आश्रय करता है परमेश्वर उसका हाथ छोड़ देता है. തന്നിൽ തന്നെ ആശ്രയിക്കുന്നവനെ ദൈവം വിട്ടുമാറും. लेकिन जो परमेश्वर पर भरोसा करता है वो अंत तक हमें संभालने वाला परमेश्वर भी है. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അന്ത്യം വരെയും ദൈവം സൂക്ഷിക്കും. जिस दिन शाऊल के अंदर वो घमंड आया उसी दिन परमेश्वर शाऊल को छोड़ देता है और दाऊद को परमेश्वर चुन रहा है. ഏത് ദിവസം ശൗലിൽ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുമാറിയോ അന്ന് ദൈവം ദാവീദിനെ തിരഞ്ഞെടുപ്പാനിടയായി. हालेलुया. परमेश्वर उस जंगल में रहने वाला दाऊद के ऊपर परमेश्वर अभिषेक डाल रहा है കാട്ടിൽ വസിക്കുന്ന ആ ദാവീദിന്റെ മേളിൽ ദൈവത്തിന്റെ അഭിഷേകം और वो വരുവാനിടയായി. अभिषेक होने के कारण वो सिंह को फाड़ सकता है, भालू को फाड़ सकता है, गोलियात का सामना कर सकता है. परमेश्वर की अभिषेक एक छोटा सा बालक के अंदर परमेश्वर बड़े श्रेष्ठ तौर से कार्य कर रहा है. ഒരു കൊച്ചു ബാലനായ ആ ദാവീദിന്റെ മേളിൽ അഭിഷേകം വന്നത് നിമിത്തം അവൻ കരടിയെ വലിച്ചുകീറി, സിംഹത്തെ വലിച്ചുകീറി, ഗോലിയാത്തിനെ എതിരേറ്റ് ചെന്നു. അവൻ തന്റെ ജീവിതം മാറുകയാണ്. परमेश्वर के करीब यदि हम रहते हैं तो परमेश्वर में इस्तेमाल करने के लिए तैयार है. ദൈവത്തോട് നാം ചേർന്ന് വസിച്ചാൽ ദൈവം നമ്മെ ഉപയോഗിക്കും. लेकिन यदि दूर हट गया तो परमेश्वर भी हमारा हाथ छोड़ देगा. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവവും നമ്മെ അകന്നു മാറും. हालेलुया. प्रेज़ द लॉर्ड. दाऊद गीत गाना काफी है शाऊल के अंदर का दुष्टात्मा हटने के लिए. ദാവീദിന്റെ പാട്ട് കേട്ട് ശൗലിനകത്തുള്ള ദുഷ്ടാത്മാവ് വിട്ടുപോകും. हालेलुया. आयुब नाम का एक व्यक्ति को परमेश्वर के वचन में हम देखते हैं. ഇയ്യോബ് എന്ന വ്യക്തിയെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. उसके जिंदगी में हर दिन सुबह परमेश्वर के पास जाता है, वेदी तैयार करता है और वो बलि चढ़ाते हैं. ദിനം പ്രതി രാവിലെ ദൈവസന്നിധി കടന്നുപോയി യാഗമർപ്പിച്ച് ആമേൻ താൻ ദൈവത്തെ ആരാധിക്കും. वो अपने आप को टटोल कर देखता है कहां पर कमी हुआ है, कहां पर मैं गिर गया है, कहां पर मैंने परमेश्वर से दूर हटा है. उस बातों को वो परमेश्वर के समूह आकर परख कर देखने वाला एक अनुभव को हम देखते हैं. ദിനം പ്രതി ദൈവസന്നിധി കടന്നു വന്ന് ദൈവം ആമേൻ ചെയ്ത നന്മകളെ ഓർക്കുകയും തന്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെ എവിടെയാണ് കുറവ് വന്നതെന്ന് താൻ ജീവിതത്തെ പരിശോധിച്ചു നോക്കും. हालेलुया. प्रेज़ द लॉर्ड. परमेश्वर के करीब रहने के लिए आयुब तैयार हो रहा है. ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ യോബ് ഒരുക്കമാണ്. लेकिन ऐसा एक व्यक्ति के ऊपर शैतान भी दृष्टि डालता है. എന്നാൽ അങ്ങനെ ഒരുവനെ പിശാച് നോട്ടം വെക്കും. उस दिन से उसके जिंदगी को बड़ा मुश्किल करने के लिए शैतान ने इरादा बना दिया. അന്ന് മുതൽ തന്റെ ജീവിതത്തിൽ വലിയ കഷ്ടം വരുത്തുവാൻ പിശാച് നോട്ടം വെക്കും. शैतान ने कहा कि हे परमेश्वर तू उसके चारों ओर बाड़ा बांधा है, तू उसे संभालता है, इसके लिए वो तेरा सेवा कर रहा है. നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ സേവിക്കുന്നത്. हालेलुया. बल्कि एक बार उस बाड़ा हटाकर तो देखो, तब वो आपको इनकार कर देगा. ആ വേലി ഒന്ന് മാറ്റി നോക്ക്, അവൻ നിന്നെ തള്ളിപ്പറയും. हालेलुया. लेकिन परमेश्वर कहता है उसके प्राण को छोड़कर जो भी तू करना है सब कुछ तू कर ले. അവന്റെ പ്രാണനെ നീ തൊടരുത്, മറ്റെന്ത് വേണമെങ്കിലും ചെയ്തു. हालेलुया. परमेश्वर खुद आयुब के बारे में वो गारंटी बोल पा रहा है. ദൈവം തന്നെ യോബിനെ കുറിച്ച് ഉറപ്പ് കൊടുക്കുകയും. हालेलुया. आप सब इधर है, നിങ്ങൾ എല്ലാവരും ഇവിടെയൊക്കെ ഉണ്ടോ? आप सब इधर हैं. നിങ്ങൾ എല്ലാവരും ഉണ്ടോ? हालेलुया. काफी वीडियोस बंद है. प्रेज़ द लॉर्ड. सच में आप सब है या नहीं, मैं भी कंफ्यूज हो रहा हूँ. എല്ലാവരും ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം തോന്നുന്നുണ്ട്. ആകപ്പാടെ ഒരു हालेलुया. इसके लिए मैं भी थोड़ा डिस्टर्ब्ड हो रहा हूँ. അതുകൊണ്ട് ശ്രദ്ധ മാറിപ്പോകുന്നു, അല്പം ഡിസ്റ്റർബ് ആകുന്നുണ്ട്. हालेलुया. प्रेज़ द लॉर्ड. हालेलुया. परमेश्वर के करीब हम चलने पाए. ദൈവത്തോട് നമ്മൾക്ക് ചേർന്ന് നടക്കാൻ ഇടയാകട്ടെ. हालेलुया. परमेश्वर रिस्टोर करने वाला परमेश्वर ദൈവം है. ആമെ പുനരുദ്ധരിക്കുന്ന ദൈവമാണ്. हालेलुया. जो भी नष्ट हो गया है परमेश्वर उस बातों को रिस्टोर करके देने वाला परमेश्वर है. നഷ്ടപ്പെട്ടതിനെ എല്ലാം ദൈവം മടക്കി തരും. योएल की किताब के एक आयत को पढ़कर हम उस भाग को जरूर अब समाप्त करेंगे. യോവേൽ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ച് നമ്മൾക്ക് അവസാനിപ്പിക്കാം. योएल की किताब उसके दूसरे अध्याय उसके
उसके 12वीं आयत से हम देखेंगे। യോവേൽ 2:12 എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. यहाँ पर कहता है कि अब तुम तुम्हारे पूरे मन से पूरे तैयारी के साथ परमेश्वर के सम्मुख आकर उपवास में बैठो, विलाप करो, रो रो कर मेरे करीब आने के लिए यहोवा परमेश्वर योएल के द्वारा कह रहा है। പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീനെന്ന് യോവേൽ പറയുക. और 13वीं आयत को पढ़ेंगे। വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. आपकी वस्त्र नहीं बल्कि आपका हृदय को फाड़ कर यहोवा की ओर लौट कर आने के लिए एक यू टर्न लेने के लिए कह रहा है। വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കിലേക്ക് തിരിവാൻ ഒരു ആമേന അരുളപ്പാടുണ്ടാകും. जिस दिशा में आप चल रहा है वहां पर रुक कर आप एक यू टर्न लेना जरूरी है, क्योंकि परमेश्वर को छोड़कर आप काफी दूर भाग रहे हैं। നിങ്ങൾ പോകുന്ന ദിശയിൽ നിന്ന് നേരെ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ഒരു ആഹ്വാനം. हालेलुया। रिस्टोर करने वाला परमेश्वर आपके द्वारा एक यू टर्न का उम्मीद कर रहा है। തിരിച്ചു വരുത്തുവാൻ പുനരുദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മൾ തിരിച്ച് നമ്മുടെ ദിശയിൽ നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. रिटर्न टू द लॉर्ड, परमेश्वर की ओर लौट कर आए। आप काफी दूर परमेश्वर से काफी दूर आप भाग चुके हैं, वहां से लौट कर आने के लिए कह रहा है। ദൈവത്തിങ്കിൽ നിന്ന് വളരെ ദൂരെ അകന്നുപോയ നമ്മൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവം और ആഗ്രഹിക്കുന്നു. मेरा परमेश्वर का खासियत भी उस 13वीं आयत में बताया गया है। ദൈവത്തിന്റെ പ്രത്യേകത അവിടെ 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവും ഉള്ളവനല്ലോ, അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. हालेलुया। फॉर ही इज ग्रेशियस एंड कंपैशनेट गॉड। वो दयालु परमेश्वर है, वो महादया से भरा हुआ परमेश्वर है करके परमेश्वर कह रहा है। അവൻ കരുണയും മഹാദയവുമുള്ള ദൈവം എന്ന് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. हालेलुया। वो क्रोध ना करने वाला, ही इज अबाउंडिंग इन लव। वो प्यार से मोहब्बत से भरा हुआ एक परमेश्वर है। उस परमेश्वर की ओर लौट कर आओ करके भविष्यवक्ता कह रहा है। അവൻ കൃപയും കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമാകിയാൽ അവങ്കിലേക്ക് മടങ്ങി വരുവീൻ എന്ന് പ്രവാചകൻ അരുളിച്ചു. हालेलुया। परमेश्वर हमसे नष्ट हुआ उस अनुभव को परमेश्वर रिस्टोर करना है, तो दोबारा लौट कर आना बहुत जरूरी है। നഷ്ടപ്പെടുത്തിയ ആത്മീയ അനുഭവങ്ങളെ മടക്കി പ്രാപിക്കണമെങ്കിൽ മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട്. हालेलुया। रास्ते में यदि अंधियारा है तो आप रुकना बहुत जरूरी है। വഴി മധ്യേ ഇരുട്ടാണെങ്കിൽ ആമേൻ യാത്ര നിർത്തണം. अंधियारा में आप आगे चल नहीं पाएंगे। ഇരുട്ടിൽ യാത്ര ചെയ്യുവാൻ आपको एक കഴിയില്ല. रोशनी का जरूरत है। വെളിച്ചം ആവശ്യമുണ്ട്. जब तक रोशनी मिले तब तक आप उधर ठहरना जरूरी है। വെളിച്ചം വരുന്ന സമയം വരെ നിങ്ങൾ യാത്ര അവിടെ നിർത്തിവെക്കണം. परमेश्वर के लोग अंधियारा में चलना उचित नहीं है। ദൈവത്തിന്റെ ജനം ഇരുട്ടിൽ നടക്കരുത്. हालेलुया। हमारे घर में है, रात को यदि लाइट ऑफ किया तो किचन में यदि बीच में पानी पीने के लिए जाएंगे तो कॉकरोच चलकर जाते हुए हम देखते हैं। ഈ വീട്ടിൽ ഇരുട്ടാണെങ്കിൽ ആമൻ വെളിച്ചമില്ലെങ്കിൽ രാത്രി അടുക്കളയിൽ വെള്ളം കുടിക്കാൻ പോയാൽ നമുക്ക് പാറ്റായ കാണാം. हालेलुया। आप देखा है कॉकरोच को? देखा है? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? नहीं देखा है। आप शहर में रहते हैं, कॉकरोच नहीं देखते हैं। നിങ്ങൾ പട്ടണത്തിൽ താമസിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ പാറ്റയില്ലായിരിക്കാം. हालेलुया। प्रेज़ द लॉर्ड। जैसे हम लाइट डालते हैं कॉकरोच यहाँ वहां भागने का कोशिश करता है। വെട്ടം ഇടുന്ന ഉടനെ പാറ്റ അവിടെ ഇവിടെയും പിടച്ച് ഓടും. वो क्यों भाग रहा है? അതെന്തുകൊണ്ടാ ഓടുന്നത്? क्योंकि उसका तरीका यह है कि उसको अंधियारा पसंद है। അതിന്റെ രീതി എന്ന് പറയുന്നത് അതിന് ഇരുട്ടാണ് ഇഷ്ടം. वो अंधियारा में ही रहने के लिए पसंद करता है। അതിന് ഇരുട്ടാണ്, അതിൽ താമസിക്കാനായി वो ഇഷ്ടം. वो बाहर आकर घूम रहा था, उधर ही उसने सेटल हो गया था, लेकिन जैसे लाइट डाला वो डिस्टर्ब हो गया और उसके लिए वो भाग रहा है। അത് ഇരുട്ടത്തിരുന്ന് നല്ല സുഖമായി ഇരിക്കുമ്പോൾ വെളിച്ചം കാണുന്ന ഉടനെ അതിന് ഭയം, ഓടി പെപ്രാളപ്പെട്ട് ഓടും. वो आपको देखकर नहीं भाग रहा है, बल्कि वो अंधियारा ढूंढ कर भाग कर अंधियारा वाला जगह पर छुपने का कोशिश
कोशिश कर रहा है। നമ്മളെ കണ്ട് പേടിക്കുകയല്ല, എന്നാൽ വെളിച്ചത്തെ ഭയപ്പെട്ട് ഇരുട്ട് അന്വേഷിച്ച് ഓടിപ്പോവുകയാ. हालेलुया, प्रेज द लॉर्ड, हालेलुया। हम अंधियारा में ज्यादा आगे ना बढ़े, बल्कि रोशनी में चलने के लिए बुलाया गया है। എന്നാൽ നമ്മൾ ഇരുട്ടിൽ നടക്കുവാൻ, അതിനെ അന്വേഷിച്ച് പോകാൻ വിളിക്കപ്പെട്ടവരല്ല, വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കും. यदि ऐसा हो रहा है तो आज एक यू टर्न लेना बहुत जरूरी है। ഇനി എങ്ങാനും ഇരുട്ടിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ തിരികെ വരണം. पवित्र आत्मा हमारे हृदयों से बातें करना चाहता है, आपको एक यू टर्न का जरूरत है। ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്, നമുക്കൊരു തിരിച്ചുവരവ് വേണം. हालेलुया, परमेश्वर में रेस्टोर करना चाहता है, लेकिन यदि रेस्टोर करना है तो हम एक यू टर्न लेना बहुत जरूरी है। ദൈവം നമ്മളെ പുനരുദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നമ്മൾ മടങ്ങി വരണം, തിരികെ വരണം. सच में परमेश्वर यहाँ पर है, लेकिन मुझे पता तक नहीं था करके याकूब कह रहा है। യാക്കോബ് പറയുകയാണ്, ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല. मुझे पता तक नहीं था कि परमेश्वर की उपस्थिति यहाँ पर है। ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതുപോലുമില്ല. अरे आपको नहीं पता है, उसका मतलब ये नहीं कि परमेश्वर की उपस्थिति नहीं है। നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എന്ന് വരികയില്ല. अरे परमेश्वर की उपस्थिति नहीं तो तुझे यहाँ तक सुरक्षित तौर से लेकर आया है। ദൈവ സാന്നിധ്യമാണ് നിന്നെ ഇവിടെ വരെ സംരക്ഷിച്ചു കൊണ്ടുവന്നത്. जंगली जानवर आपको फाड़ सकता था, കാട്ടുമൃഗങ്ങൾ നിന്നെ വലിച്ചു കീറാമായിരുന്നു. अनर्थ जिंदगी में आ सकता था, ആപത്തുകൾ ജീവിതത്തിൽ വരാമായിരുന്നു. अपने भाई ही आपको खत्म कर दे सकता നിന്റെ था। സ്വന്തം സഹോദരൻ നിന്നെ अरे കൊന്നുകളയാമായിരുന്നു. कुछ होने नहीं दिया, क्योंकि परमेश्वर की उपस्थिति आपके साथ है। ഒന്നും സംഭവിക്കാതിരുന്നത് ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. I mean, आप अपने बल से यहाँ तक नहीं आया है, നിന്റെ സ്വന്തം കഴിവിലല്ല നീ വന്നത്. बल्कि परमेश्वर ने आपको सुरक्षित तौर से यहाँ तक लेकर आया है। ദൈവമാണ് നിന്നെ സുരക്ഷിതമായി ഇവിടെ വരെ കൊണ്ടുവന്നത്. हमारा भरोसा परमेश्वर पर दिन प्रतिदिन बढ़ने पाए। നമ്മുടെ ആശ്രയം ദൈവത്തിൽ ദിനം പ്രതി വർദ്ധിക്കുമാറാകട്ടെ. हालेलुया, परमेश्वर रेस्टोर करने वाला परमेश्वर है। ദൈവം പുനരുദ്ധരിക്കുന്ന ദൈവം. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर दिए परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए, हमें भी आपकी प्रार्थना में उठाए रखिएगा। परमेश्वर सबको अनुग्रह और आशीषों से भरे। गॉड ब्लेस यू ऑल। आमेन, आमेन, आमेन। प्रेज द लॉर्ड। प्रेज द लॉर्ड पास्टर, थैंक यू पास्टर, अच्छा वचन के लिए. ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം ഈ ഭൂമിയിൽ തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്രയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്, എങ്കിലും ദൈവം നമ്മൾ ഓരോ ദിവസവും അത്ഭുതകരമായി ഈ ലോകത്ത് നമ്മളെ നിലനിർത്തുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം സാധിക്കുന്നത്. ഇപ്പൊ കേട്ട വചനം പോലെ നമുക്ക് ചിലപ്പോൾ തോന്നും എല്ലാം നഷ്ടമായി, ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്ന അവസരത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വലിയ കരം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ നിത്യം സ്തുതിക്കാം. കർത്താവിന്റെ ദയയും അവന്റെ വിശ്വസ്തതയും ഒരിക്കലും നമ്മളെ വിട്ടുമാറുകയില്ല. അതാണ് നമ്മളെ കേൾപ്പിച്ചതായ വചനം. യാക്കോബിന്റെ ആ വചനം എല്ലാം സ്വന്തം അമ്മ തന്നെയാണ് അവനെ പറഞ്ഞു വിടുന്ന വീട്ടിൽ നിന്ന്. പക്ഷെങ്കില് അവൻ എവിടെ എത്തുന്നു, അവൻ അവിടെ ഒരാശ്രയം ഇല്ലാത്ത രാത്രിയിലെ സമയത്താണ് അവൻ ആ ഒരു സ്വപ്നം കാണുകയും അവിടെ ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളത് അവൻ മനസ്സിലാക്കാനും ഇടയായി. പിന്നത്തേതിലാണ് ആ സ്ഥലത്ത് അത്ഭുതകരമായി ഒരു മന്ദിരം ഉണ്ടാക്കാനൊക്കെയും വരും നാളുകളിൽ പിന്നെ ഇടയാവുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്ന് അവന് ദൈവം വസിക്കുന്ന ഒരു സ്ഥലമായിട്ട് ആ ബേഥേലിനെ അവൻ അറിയുവാൻ ഇടയായി. അവന്റെ മുന്നോട്ടുള്ള ജീവിതമൊക്കെയും നമുക്കറിയാം. ദൈവം നമ്മളോട് കൂടി ഇരിക്കണം. ദൈവം ഇല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ അത് ശൂന്യമായൊരു ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആശ്രയിക്കുക. നമുക്ക് ഈ ലോകത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും ലഭിക്കില്ല എന്നൊക്കെയും തോന്നുന്ന അവസരത്തിലും നമുക്ക് ഉള്ളത് ഒരു ദൈവം മാത്രമാണ്. അപ്പൊ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നല്ല ആരാധന ഗീതങ്ങളൊക്കെയും നമ്മളെ കേൾപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ദാസന്റെ കൂടെ ഇടയാക്കി. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുപോലെ ആ സിസ്റ്റർ നല്ലപോലെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ചു വചനം. അതിനായി ദൈവത്തെ സ്തുതിക്കാം. ഈ കുടുംബത്തെ നമുക്ക് വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭോപ്പാലിന്റെ പ്രദേശത്ത് അവർ ചെയ്യുന്ന വേലയെ ദൈവം ഏറ്റവും